ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സത്യം, എന്നോട് ക്ഷമിക്കണം. എവിടേക്കെങ്കിലും പൊക്കോ നീ. നീ ചെയ്തൊരു കള്ളത്തരത്തിനെ സത്യാമ്മ നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഈ വലിയ വഞ്ചന സത്യാമ്മയോട് കാണിച്ചത്. അതും നിനക്ക് വേണ്ടി. എന്നിട്ട് നീ നന്നായോ? നീ നന്നാവില്ല. നിനക്ക് വേണ്ടി സഹായിക്കുന്നവരെ ദ്രോഹിക്കാനേ നിനക്കറിയൂ. അവരുടെ ശാപം ഏറ്റുവാങ്ങാനേ നിനക്ക് സാധിക്കൂ. നന്മയും കൂടപ്പിറപ്പ് സ്നേഹമൊന്നും നിനക്ക് പറഞ്ഞിട്ടുള്ളതല്ലടി. ഓക്കോ എന്റെ മുന്നീന്ന്. എനിക്ക് നിന്നെ കാണണ്ടോ? പോ. വലിയൊരു തെറ്റാ സത്യാമ്മയോട് കാണിച്ചത്. എന്റെ വിഷ്ണുവേട്ടനോട് പോലും ഞാൻ കുറെ നാൾ മറച്ചു വെച്ചു. അത് എന്റെ സഹോദരിയോടുള്ള അമിതമായ സ്നേഹം കൊണ്ട് സംഭവിച്ചു പോയത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു വലിയ തെറ്റ് ചെയ്തിട്ടാ ഞാൻ സത്യമ്മയുടെ മുന്നിൽ നിൽക്കുന്നത്. സത്യം പപ്പിയും ഞാൻ പ്രസവിച്ച എന്റെയും വിഷ്ണുവേട്ടന്റെയും കുഞ്ഞുങ്ങളാ. സത്യങ്ങൾ അറിയിക്കാൻ പലവട്ടം ഒരുങ്ങിയതാ. പക്ഷെ കഴിഞ്ഞില്ല. ഒടുവിൽ ഒരിക്കലും കിട്ടാത്ത സത്യാമ്മയുടെ കലർപ്പില്ലാത്ത സ്നേഹം കിട്ടിയപ്പോ പിന്നെ എനിക്കത് കഴിഞ്ഞതുമില്ല. അതെന്റെ സ്വാർത്ഥതയാണെന്ന് തന്നെ പറയാം. കാരണം കിട്ടാതെ കിട്ടിയ സത്യാമ്മയുടെ സ്നേഹം നഷ്ടപ്പെടുമെന്നുള്ള ഭയമായിരുന്നു എനിക്ക്. ആ ഭയം അതെനിക്കിപ്പോഴും ഉണ്ട്. ചെയ്തു പോയ തെറ്റിന് പ്രായശ്ചിത്തമായിട്ട് എനിക്കിനി തരാൻ എന്റെ ഈ ജീവൻ മാത്രമേ ഉള്ളൂ. സത്യാമ്മയ്ക്ക് മുന്നിൽ അതും അടിയറ വെക്കാൻ ഞാൻ തയ്യാറാ. ഇതിന്റെ പേരിൽ എന്നെ അകറ്റി നിർത്തരുത്. മറ്റൊരു കണ്ണുകൊണ്ട് എന്നെ കാണാൻ ചെയ്യരുത്. ഈ കണ്ണുനീർ ആ പാപക്കറ കഴുകിക്കളയാൻ വേണ്ടി മാത്രമുള്ളതാ. സത്യം, എന്നോട് ക്ഷമിക്കണം.
ഇത്രയും കാലം അമ്മയെന്ന് വിളിച്ച ആള് പെട്ടെന്നൊരു ദിവസം ചിറ്റമ്മയാവ്. കണ്ട നാള് മുതൽ ചേച്ചിയമ്മയെന്ന് വിളിച്ചത് അമ്മയെന്ന് മാറ്റി വിളിക്കേണ്ടി വരിക. ഇതൊക്കെ എന്തിനെന്ന് ചോദിക്കാനുള്ള പ്രായം എന്റെ പപ്പി മോൾക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷെ അവളുടെ കുഞ്ഞു മനസ്സിൽ അങ്ങനെ ഒരു സംശയം ഉണ്ടാവില്ലേ? എനിക്ക് എന്ത് മറുപടിയാ അതിന് കൊടുക്കാൻ കഴിയ? അനുജത്തിയുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വന്തം കുഞ്ഞിനെ മറ്റൊരാൾക്ക് ദാനമായി കൊടുക്ക. പറയിക്കാത്ത കുറ്റം അത്. ഇന്നല്ലെങ്കിൽ നാളെ അവളുടെ ആ ചോദ്യത്തിന് മുന്നിൽ ചങ്കു പൊട്ടി നിൽക്കേണ്ടി വരും. അവള് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും മറുപടി പറയാനാവാതെ പൊട്ടി നിൽക്കേണ്ടി വരും. കാശിന് വേണ്ടി മക്കളെ വിൽക്കുന്ന അമ്മമാരുടെ ഗണത്തിലേക്ക് അവൾ എന്നെ പെടുത്തില്ല.